ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മാൾസിൻ്റെ ലിപ് പിൽസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സാക്റ്റ് ഡീറ്റെയിലും അതേപോലെ തന്നെ എനിക്ക് വാങ്ങിച്ചപ്പം ഹോണസ്റ്റ്ലി തോന്നിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ലിപ് പിൽസ് ഒക്കെ. അപ്പോൾ വെറുതെ ഇങ്ങനെ മാൾസിൻ്റെ ലിപ് പിൽസ് കണ്ടപ്പം, അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയി പോയി ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് എന്താ പറയുക, പ്രൈസ് റേഞ്ച് നോക്കിയപ്പോൾ ഭയങ്കര ഓഫർ. അപ്പം ഞാൻ വിചാരിച്ചു മൂന്നെണ്ണം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യാം. ചെറിയ പാക്കിങ്ങും ഒക്കെ അല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്കൊക്കെ കണ്ടപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പം എനിക്ക് എന്താ തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുന്നേ ഈ ഒരു മാൾസിൻ്റെ ലിപ്പിൾസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് സ്മച്ച് പ്രൂഫാണ്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് നമുക്ക് നൽകും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, ലോങ് ലാസ്റ്റിംഗ് ഫോർമുലയാണ്. ഈ മൂന്ന് കാര്യം ഇവർ ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വഴിയെ നോക്കാം അല്ലേ. അപ്പോൾ പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ ഒരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വർത്ത് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഷെയ്ഡൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ, മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂന്നും നന്നായിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മൂന്നും മൂന്ന് ഷെയ്ഡാണെന്ന് മനസ്സിലാവുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കണ്ട ഏറെക്കുറെ എല്ലാം ഒരേപോലെയൊക്കെ തോന്നും. നമുക്ക് എന്താണേലും ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ശരിക്കും പിഗ്മെൻറ്റഡ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, മാറ്റ് ഫിനിഷ് നൽകുന്നുണ്ട്. ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിങ്ങും അതേപോലെ തന്നെ പ്രൈസ് വൈസും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ടുള്ളത് 387 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 242 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനെയാണ് നമ്മുടെ ലിപ് പിൽസ് ഇരിക്കുന്നത്. 3 ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഏറെക്കുറെ എല്ലാം തന്നെ ഒരേപോലെ തോന്നും. പക്ഷേ കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് നോക്കിയാൽ മാത്രമേ ഉള്ളൂ മൂന്ന് മൂന്ന് ഷെയ്ഡാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനൊക്കെ വളരെ ഈസി ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇനി പറയാം. അതായത് ഇതിൽ ഷെയ്ഡ് കൊടുത്തിട്ടില്ല കേട്ടോ. ഏത് ഷെയ്ഡാണെന്നുള്ള ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രാഗ്രൻസ് വൈസ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ വല്ലാത്ത ഒരു ഫൗൾ സ്മെല്ല്, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയല്ല. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എന്തോ പോലെയൊക്കെ തോന്നും. പ്രൊഡക്റ്റ് നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും നല്ല കളറാണ് കേട്ടോ. അതായത് ആ ഒരു ന്യൂഡ് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ശരിക്കും നല്ല കളറാണ് കേട്ടോ. പക്ഷെ ആ ഷെയ്ഡ് നെയിമും ഇവർ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ സ്മെല്ലെങ്കിലും അവർക്ക് നല്ല രീതിക്ക് കൊടുക്കുമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു അരഗൻ്റായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്താ ഒരു ട്രിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാലും, ഇത് അപ്ലൈ ചെയ്തിട്ട് നേരെ നമ്മുടെ ലിപ് ബാമില്ലേ, അതായത് നമ്മുടെ ഹിമാലയയുടെ ലിപ് ബാമിന് നല്ലൊരു സ്മെല്ലല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ അത് നേരെ അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു ഫൗൾ സ്മെല്ല് ശരിക്കും മാറി കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. സ്മെല്ല് ചെയ്യാൻ കൊള്ളുകയില്ല, ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. കണ്ടോ, ശരിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, സ്മച്ച് പ്രൂഫ് ആണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അയ്യോ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ. നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ ആകെപ്പാടെ ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പണി പാടിയോ, തെന്നതാണോ, ശേ ഇതെന്ത് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ കണ്ടില്ലേ, ഓപ്പൺ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കാണിക്കാം. മൊത്തത്തിൽ പണിയാണെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തത് നമുക്ക് ഓപ്പൺ ചെയ്യാതെ, ഓ ഭാഗ്യം, ഇത് ഓപ്പൺ ചെയ്ത് വന്നു. കണ്ട, ഈ ആപ്ലിക്കേറ്റർ വളരെ ചെറുതാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ ഈ താഴെ ഭാഗത്തും കൂടെ പറ്റും. അതൊരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നി. സ്മച്ച് പ്രൂഫ് ആണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടോ. ക്വിക്ക് ഡ്രൈ ആണ്, ആ കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. ഈ കളറുണ്ടോ, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, എന്നതാണോ. നടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. തുറന്നെങ്കിലും വരട്ടെ, ഇത് എന്തൊരു കാര്യമാണ്. മടുത്തിന്. അപ്പോൾ 3 ഷെയ്ഡാണ് കേട്ടോ. എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും, അതായത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പണി കിട്ടിയോ, 8ൻ്റെ പണി കിട്ടിയ പോലത്തെ അവസ്ഥയാണ്. പക്ഷെ പ്രൊഡക്റ്റ് കാണാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല മാറ്റ് ഫിനിഷ് നൽകുന്നുണ്ട്.
ശരിക്കും നല്ല ഷെയ്ഡാണ് കേട്ടോ. 2 ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൽ ഒരു ഷെയ്ഡ് ഞാൻ ലിപ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു എനിക്ക് അപ്ലൈ ചെയ്തപ്പം. ഇതാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുന്നുമില്ല, വല്ലാത്ത കഷ്ടമായിപ്പോയി. അത്യാവശ്യം നല്ലൊരു ബ്രൗണിഷ് ആയിട്ടുള്ള ഷെയ്ഡാണെന്ന് തോന്നുന്നു, പക്ഷെ ഓപ്പൺ ചെയ്ത് വരുന്നില്ല. ഓവറോൾ ഈ ഒരു ലിപ്പിൽസിനെ പറയുന്ന നെയിം നോക്കുകയാണെങ്കിൽ ന്യൂഡ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള 3 സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. 9.3 ml ആണ് വരുന്നത്. അതായത് ഈച്ച് വണ്ണിൽ ഒരു 3 സംതിങ് ആ ഒരു ml ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. പിന്നെ പിഗ്മെൻറ്റഡ് ആണ്, ഇറ്റ് ഹാസ് 1 സ്വൈപ്പ് പിഗ്മെൻറ്റഡ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, മാറ്റ് ഫിനിഷ് നൽകും. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞത് അട്ടർ ഫ്ലോപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങരുത് ദയവേത്, എനിക്ക് അത്രയേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് മാസ്ക് പ്രൂഫ് കൂടെയാണ് കേട്ടോ. സ്മച്ച് പ്രൂഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 4 വർഷത്തെ ഷെൽഫ് ലൈഫാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 8ൻ്റെ പണി കിട്ടിയ പോലത്തെ അവസ്ഥയാണ്. ഓപ്പൺ ചെയ്ത് വരുന്നുമില്ല. അതേപോലെ ആ ഒരു സ്മെൽ വൈസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത് വാങ്ങണം, മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങാം. അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് ശരിക്കും ഒരു പരിധി വരെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാവും. ഫൗൾ സ്മെല്ലായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണെങ്കിൽ ശരിക്കും അട്ടർ ഫ്ലോപ്പാണ്. ആ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സ്മെൽ അതല്ലെങ്കിൽ എന്താ പറയുക, ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് പ്രശ്നമില്ല, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമ്മൾ കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് ഈ ഒരു ലിപ്പിൽസ് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. പിന്നെ വലിയ പ്രൈസ് റേഞ്ചൊന്നും ഇല്ല. 242 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വാങ്ങാം, ഒരിക്കലും വാങ്ങണം എന്ന് ഞാൻ പറയില്ല. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ റേറ്റിംഗ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് അതിശയം തോന്നിയത്. ഫ്ലിപ്കാർട്ടിലൊക്കെ 4 റേറ്റിംഗ്. എന്ത് കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെ റേറ്റിംഗ് കൊടുത്തതെന്ന് അറിയാൻ പാടില്ല. അതേപോലെ തന്നെ റിവ്യൂസിൽ നോക്കിയപ്പം ഫ്രൂട്ടി സ്മെല്ലാണ്, പക്ഷേ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിക്ക് അങ്ങനെ കുറച്ച് കമൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല, ഫ്രൂട്ടി സ്മെല്ലല്ലേ, നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തു. പക്ഷേ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്മെല്ലാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ ഓപ്പൺ ചെയ്ത് വരുമോന്ന്. നോ വേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാൾസിൻ്റെ ലിപ്പിൽസിനെ കുറിച്ചിട്ട് ഉള്ള റിവ്യൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവർ എന്താ പറയുക, ഷെയ്ഡ് നെയിം കൊടുത്തിട്ടില്ല, കണ്ടില്ലേ. ഇതാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുന്നു പോലുമില്ല. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് ഡ്രൈ ഒക്കെ ആവുന്നുണ്ട്. സ്മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ലോങ് ലാസ്റ്റിംഗ് ഫോർമുലയാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല, കണ്ടില്ലേ, പറ്റുന്നില്ല. പിന്നെ നെക്സ്റ്റ് എന്താ പറയുക, 4 വർഷത്തെ ഷെൽഫ് ലൈഫ് ഒക്കെ നൽകുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ഷെൽഫ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊഡക്റ്റ് ഓവറോൾ നോക്കുമ്പം അത്ര അങ്ങോട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും ബൈ.